ഹായ് ഹലോ നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റിയ സിമ്പിളായിട്ടുള്ള 2-3 ഹെയർ സ്റ്റൈൽ കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നു. ചെവിയുടെ മുമ്പിലേക്കുള്ള മുടി എന്ത് ചെയ്യുക, ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അതാണ് നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് മുടി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യും, ഒന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള മുടി ഇങ്ങനെ ചേർത്ത് പിരിച്ച് ഓരോ പാർട്ടായിട്ട് പിരിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും. അല്ല ഒറ്റ മുടിയായിട്ട് അങ്ങനെ പിരിച്ച് കൊണ്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ നല്ല കഴിവുള്ളതും അതുപോലെ നല്ല എന്താ പറയുക, സ്ഥിരമായി ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ ഇപ്പോൾ കോളേജ് പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്ത് രസമാണെന്നറിയോ ഓരോ തലമുടിയൊക്കെ ഇരിക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഓണത്തിനെങ്കിലും ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. നമ്മുടെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പം തലമുടി മാത്രം നല്ല ഭംഗിയായിട്ട് ഇരിക്കാതിരുന്നാൽ അത് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്. എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ലതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മുല്ലപ്പ് വെക്കാനും അഴിച്ചിടാനും അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ നമ്മുടെ തലമുടിയുടെ അടിയിൽ കൂടെ മുല്ലപ്പ് വെച്ചാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ബൺ പോലെ കെട്ടാനാണെങ്കിലും അതും സൂപ്പറായിരിക്കും. ഇനി രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതേപോലെ തന്നെ എടുത്തിട്ട് പിന്നുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇനി ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് മുടി എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ചെറിയ പാർട്ടായിട്ട് പിന്നെ താഴോട്ട് വരിക. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് മുടി മാറ്റിയിട്ട് അടിയിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യും, കുറച്ച് ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് പൂവൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, അതുപോലെ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മളിത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ചെയ്യാതെ ഒരു മിനിറ്റ് അതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് ട്രയൽ അടിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മളിത് ചെയ്താണ് ഈ കാര്യത്തിലൊക്കെ എക്സ്പേർട്ട് ആവുന്നത്. ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെയൊക്കെ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ്. ഓരോ ദിവസവും ഓരോ ഹെയർ സ്റ്റൈൽ വന്നിട്ട് അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്ന സെറ്റ് സാരിക്കും സെറ്റ് മുണ്ടിനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പാർട്ടീഷൻ എടുക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ, ഇപ്പോൾ സെൻറ്റർ പാർട്ടീഷനോ അതുപോലെ സൈഡ് പാർട്ടീഷനോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഞാൻ ഇതവിടെ മൂന്നാമതായിട്ട് കാണിക്കുന്നത്. ഇതും ഇതുപോലെ കുറച്ച് കൂടുതൽ മുടി എടുത്തിട്ട് ആദ്യത്തെ ഒരു പാർട്ട് എടുക്കുക, നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത പാർട്ട് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് വലിച്ചും കൂടെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യും, നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ലുക്കും തരും. നല്ല ഭംഗിയായിട്ട് നമുക്ക് മുല്ലപ്പ് വെക്കാനും ബണ്ണായിട്ട് കെട്ടി വെക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. എപ്പോഴും ഒരേപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാതെ ഇതേപോലെയുള്ള അവസരങ്ങളിൽ നമ്മളെന്തെങ്കിലും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ വെയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ നല്ല ലുക്കും ആയിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ലോങ് ഹെയർ ഉള്ളവർക്കാണെങ്കിൽ കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ അഴിച്ചിടുകയോ എങ്ങനെയാണെന്നുള്ള ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അടിപൊളി ഹെയർ സ്റ്റൈലാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.